കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മന്ത്രി നിതേഷ് റാണയുടെ പ്രസ്താവന പ്രകോപനപരവും അപലപനീയവുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിവാക്കപ്പെടുന്നത്. നിതേഷ് റാണയ്ക്ക് മന്ത്രിയായി തുടരാനുള്ള അർഹതയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. റാണ രാജിവെക്കണമെന്ന് മഹാരാഷ്ട്ര കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ റാണയെ അയോഗ്യനാക്കണമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആവശ്യപ്പെട്ടു. ഇന്നലെയായിരുന്നു പൂനെയിൽ നടന്ന യോഗത്തിൽ കേരളത്തിനെതിരെ റാണ വിദ്വേഷ പ്രസംഗം നടത്തിയത്. म्हणूनच तो राहुल गांधी तिथे निवडून येते, आता त्याची बहीण निवडून येते. सगळे अतिरेकीच त्याला मतदान करतात. खरंच आहे विचार. ते काय अतिरेकींना धरूनच हे लोक खासदार झालेले आहेत. म्हणून आपल्याला सांगतो हे कार्यक्रमाचं जसं आमंत्रण. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ബി.ജെ.പി. ഇതിനു മുമ്പ് ഇത്തരത്തിൽ ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ സ്ഥാനാർത്ഥിയായപ്പോൾ മുസ്ലിം ലീഗിന്റെ പതാകയെ പാകിസ്ഥാന്റെ പതാകയെന്ന് വിശേഷിപ്പിക്കുന്ന സാഹചര്യം, പിന്നീട് വയനാട്ടിൽ ആ പതാകകളൊന്നും കോൺഗ്രസ് ഉപയോഗിക്കാത്ത സാഹചര്യം, UDF ഉപയോഗിക്കാത്ത സാഹചര്യം, ഇപ്പോഴിതാ മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മന്ത്രിയും കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന തരത്തിൽ ആക്ഷേപിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. ഏത് നിലയിലാണ് ഇതിന്മേൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയരുന്നത്, വിമർശനങ്ങൾ ഉയരുന്നത്? അഭിലാഷ, അത്യന്തം അധിക്ഷേപകരമായ പരാമർശമാണ് കേരളത്തിനെതിരെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി.ജെ.പിയുടെ മന്ത്രിയായ നിതേഷ് റാണ നടത്തിയത്. കേരളത്തിൽ നിന്നാണ് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ജയിച്ചത്. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളം ഒരു മിനി പാകിസ്ഥാനാണ്. ഭീകര സംഘടനകളുടെ പിന്തുണയോടുകൂടിയാണ് ഇവർ ജയിച്ചത്. കേരളത്തിൽ 12,000-ഓളം ഹിന്ദു സ്ത്രീകളെ മതപരിവർത്തനത്തിൽ നിന്ന് സംഘപരിവാർ പ്രവർത്തകർ രക്ഷിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആ തരത്തിലാണ് ഹിന്ദു സ്ത്രീകളെ ആകെ മതപരിവർത്തനമുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഈ തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇതിനെതിരെ ആദ്യം രംഗത്ത് വന്നത് കോൺഗ്രസാണ്. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ രാജി ആവശ്യപ്പെട്ടു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അദ്ദേഹത്തെ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയത്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അയോഗ്യനാക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചു. ഇന്നിപ്പോൾ കേരളത്തിന്റെ ഔദ്യോഗിക പ്രതികരണവും വന്നിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു നിന്നാണ് ഔദ്യോഗികമായ പ്രതികരണം വന്നത്. കേരളത്തെ മിനി പാകിസ്ഥാൻ എന്ന് ആക്ഷേപിച്ച മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മന്ത്രി നിതേഷ് റാണയുടെ പ്രസ്താവന അത്യന്തം പ്രകോപനപരവും അപലപനീയവുമാണ്. സംഘപരിവാറിന് കേരളത്തോടുള്ള അടിസ്ഥാന സമീപനമാണ് മഹാരാഷ്ട്ര മന്ത്രിയുടെ വാക്കുകളിൽ വെളിപ്പെടുന്നത്. തങ്ങൾക്ക് സ്വാധീനം ഉറപ്പിക്കാൻ പ്രയാസമുള്ള ഭൂപ്രദേശത്തെ അപരവൽക്കരിച്ചും വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയും ഒറ്റപ്പെടുത്തി കളയാമെന്നാണ് സംഘപരിവാർ കരുതുന്നത്. അതിനെ പിൻപറ്റിയാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. വിദ്വേഷ പ്രസ്താവന നടത്തിയ മന്ത്രി ആ സ്ഥാനത്ത് തുടരാൻ അർഹനല്ല. രാജ്യത്തിന്റെ ഭരണഘടനയെ അവഹേളിക്കും വിധം ഗുരുതരമായ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയ മന്ത്രിയുടെ നടപടിയോട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം പ്രതികരിക്കാത്തത് ആശ്ചര്യകരമാണ് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. എന്തായാലും അദ്ദേഹം പിന്നീട് വിവാദത്തിന് ശേഷം പ്രസ്താവന തിരുത്തുകയല്ല, അതിൽ ചില ന്യായീകരണങ്ങൾ കൂട്ടിച്ചേർക്കുക മാത്രമാണ് നിതേഷ് റാണയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കേരളത്തിൽ ലവ് ജിഹാദിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് പറഞ്ഞത്. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ പോലെ കേരളത്തിലെ ഹിന്ദുക്കൾ പീഡനങ്ങൾ നേരിടേണ്ടി വരുന്നു. ഈ പശ്ചാത്തലമാണ് താൻ പരാമർശിച്ചത് എന്ന തരത്തിലുള്ള ഒരു ന്യായീകരണം മാത്രമാണ് നിതേഷ് റാണയുടെ ഭാഗത്തുനിന്നുണ്ടായത്. യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെയും കേരളത്തിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് അതിശക്തമായ രീതിയിലേക്കുള്ള പ്രതിഷേധം ഉയരേണ്ട ഒരു വിഷയം കൂടിയാണ്. അത്തരത്തിലൊരു പ്രതിഷേധം ആദ്യം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. ഇരുവരും അദ്ദേഹം രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് ആയാലും കേരളത്തിൽ മുഖ്യമന്ത്രി ആയാലും ഉന്നയിക്കുന്നത്. അത് സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ ഒരു വിഭാഗം ജനങ്ങളെ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തെ, കേരളത്തിന്റെ ഇന്ത്യയുടെ ഭാഗമായ ഒരു സംസ്ഥാനത്തെ മിനി പാകിസ്ഥാൻ എന്ന് അധിക്ഷേപിക്കുന്നു. കേരളത്തിൽ മതപരിവർത്തനം നടക്കുന്നതിൽ നിന്ന് സംഘപരിവാറുകാർ ഹിന്ദു സ്ത്രീകളെ അടക്കം രക്ഷിക്കുന്ന എന്ന തരത്തിലുള്ള പ്രകോപനപരമായ പ്രസ്താവനകൾ വരുന്നു. ഇത്തരം കാര്യത്തിൽ ഇനിയും കൂടുതൽ വിവാദങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ കോൺഗ്രസ് മറ്റൊന്ന്, രമേശ് ചെന്നിത്തലയും VD സതീശനും അടക്കമുള്ള നേതാക്കൾ മറ്റൊന്നുകൂടി പറയുന്നു. വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പിന്നിൽ മുസ്ലിം മത തീവ്രവാദി സംഘടനകളുടെ ബന്ധപ്പെടുന്ന വിജയരാഘവന്റെ പ്രസ്താവനയുമായും വിജയരാഘവന്റെ ശബ്ദവും നിതേഷ് റാണയുടെ ശബ്ദവും ഒന്നാണ്. അതിന്റെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ കൂടി കേരളത്തെ ആക്ഷേപിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ നിന്നുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട പോൾ ബ്യൂറോ അംഗം കൂടിയായ നേതാവ് അത്തരത്തിൽ പ്രസ്താവന നടത്തിയതാണെന്ന ഒരു ആരോപണം കൂടി കോൺഗ്രസ് ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും മഹാരാഷ്ട്രയിലെ ബി.ജെ.പി. മന്ത്രിയുടെ പ്രസ്താവന വലിയ വിവാദമായ പശ്ചാത്തലമുണ്ട്. കേരളം ഒന്നടങ്കം അതിനെ എതിർക്കുന്ന സാഹചര്യം. മുഖ്യമന്ത്രി പിണറായി വിജയൻ എതിർത്തു. ഒപ്പം കോൺഗ്രസ് രാഷ്ട്രീയമായി ഈ വിഷയത്തെ എതിർക്കുന്നു. KC വേണുഗോപാൽ അടക്കമുള്ളവർ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പുറത്തു പോകണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചത്.